ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വീടിൻ്റെ ചുറ്റുമുള്ള ചെടികളൊക്കെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ആണ് ഗായ്സ് നമ്മുടെ ഈ ചെത്തി. ഈ ചെടി നല്ല വേനലത്ത് നിൽക്കണ ചെടി എന്നാൽ എപ്പോഴും വെയിലടിക്കും. എന്നിട്ടും ഇത്രയും നന്നായിട്ട് പൂത്തുകൊണ്ടാണ്. ആ ഭാഗമല്ല ഗൈസ്, ഇതുണ്ടോ ഇത്രയും വലിയൊരു ചെടിയാണ് ഗൈസ്. ഉണ്ടോ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കണതാണ്. അടുത്ത ചെടിയാണ് ഗൈസ് ഈ ചെടി. കുറച്ച് മുള്ളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ചെടിയാണ് ഗൈസ്, ഇവൻ നട്ട ചെടിയാണ് ഇത് ഗൈസ്. ഇതിനകത്തൊരു പുഴുണ്ട് ഗൈസ്. പിന്നെ അടുത്തത് ഇത്. പിന്നെ അവിടെ അങ്ങോട്ടൊന്നും ഇവൻ്റെ ചെടിയൊന്നും ഇല്ല കേട്ടോ. അടുത്തത് ഈ ചെടിയുണ്ടോ ഗൈസ്, നല്ല രസമാണ് ഗൈസ് കാണാൻ. ഇതിൻ്റെ ഇല കണ്ടോ, ഇലയുടെ ഷേപ്പ് തന്നെ ഉണ്ടോ. ഇതങ്ങോട്ട് കീറിയെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടും ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടെ ഒരു വലിയൊരു മണി പ്ലാന്റ് ഉണ്ട്. മണി പ്ലാന്റ് ഇത് എവിടെ നിന്നെങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ ഗൈസ്, മഴ പെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആട്ടി കളിക്കാം, തലയിലേക്കൊക്കെ വീടിക്കാം ഗൈസ്. ഗൈസ് നമ്മുടെ തക്കാളി, ഇവിടെ തക്കാളി ഉണ്ട്. ഇത് തക്കാളി ചെടിയാണ്. ഇതും ഇവൻ നട്ടതാണ്. തക്കാളി പപ്പ നട്ടയാണ്. ഇത് എവിടെയൊക്കെ ഒരു സാധനം ഞാൻ നട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം ഗൈസ്. ഇത് നട്ടതാണ്. ഇതും ഇവൻ നട്ടതാണ്. ഈ വലുതായിട്ട് നിൽക്കുന്ന കണ്ടാ ചെറുക്കാൻ തോന്നും, പക്ഷെ വലിയ ഒരെണ്ണമാണ്. ഇതാണ് നമ്മുടെ ചെത്തി. പിന്നെ എന്താ തുളസിയൊക്കെ ഇവൻ നട്ടോ. പിന്നെ ഇതിൻ്റെ പേരറിയില്ല, പേരറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അറിയില്ല, നല്ല രസമാണ് കാണാൻ ഗൈസ്. പിന്നെ ഇവിടെ ഒരു ചെടി ഉണ്ട്, എന്താ പറ്റിയെന്നറിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവിടെ നിന്ന് കാണിച്ചില്ലായിരുന്നു, ആ ചെടിയാണോ. ഇതെന്താ സെയിം ചെടി. ഇതാണ് ലക്കി ബാമ്പു. ഓക്കെ, ഇതാണ് ലക്കി ബാമ്പു. ഇതിന്റെ ഇലയിൽ നമ്മൾക്ക് തൊടാൻ നല്ല സ്മൂത്താണ് ഗൈസ്. അപ്പൊ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നല്ല രസമാണ്. നമ്മുടെ ടർട്ടിൽ വൈനാണ് ഗൈസ്. പേരറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പേര് ടർട്ടിൽ വൈൻ. പിന്നെ ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് ഇവന് എപ്പോഴും വന്നിട്ട് ഒരു കളിയാണ് കളിക്കും. അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പം. പിന്നെ ഇത് നല്ല പൂത്ത് നിന്ന ചെടിയായിരുന്നു, മറ്റേ വേനലായിട്ട് പോയി. ഇതായിരുന്നു തൊട്ടാ ചാടി. പേരയ്ക്കന്റെ മരമാണ് ഗൈസ്. മുകളിൽ കണ്ടോ, ഇവന് ഇങ്ങനെ വെള്ളം ചാടിച്ച് കളിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞ. പിന്നെ ഇവിടെ ഒരു പുല്ല് പോലത്തെ ഒരു ചെടി, എനിക്ക് ഇതിന്റെ പേരറിയില്ല, അറിയാവുന്നവര് ഗൈസ്. ഇവിടെ ഒരു തെങ്ങിന്റെ അടുത്തൊരു ചെടി ഉണ്ട്, ഇതിന്റെ പേരും എനിക്കറിയില്ല. അപ്പൊ ഗൈസ് അതിൻ്റെ അടുത്ത് ഇത് റോസാണ്, പൂ മാത്രമില്ല. അപ്പൊ ഗൈസ് അടുത്ത ചെടി കാണാം ഗൈസ്. അപ്പൊ അടുത്ത ചെടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇതൊരു ചെടി. ഇത് അടുത്ത ചെടി, സ്പൈഡറിനെ പോലെ കാലൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് അടുത്തത്. ഉണ്ടോ, നല്ല വീട്ടിലാണ്. ഇത് മറ്റേതാണ് ഗൈസ്. ഇതുണ്ടോ, ഇത് ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ചെടിയാണ്. ഇത് നമുക്കൊരു മറ്റേ പപ്പട കുത്തി വെച്ചിട്ട് ഇത് പറിച്ചിട്ട് ഇതിനകത്തോട്ട് കുത്തിയ നല്ല സോഫ്റ്റ്. ഇതിന്റെ പേരാണ് ടാഞ്ചലന്റ് ഹാർട്ട്. ഇത് എൻ്റെ കൈയും കൊണ്ട് പറ്റിയതാണ്. ഞാൻ സ്കൂട്ടറും കൊണ്ട് പോയപ്പോൾ ഇത് താഴെ വരെ മുട്ടി കിടക്കണ്ടായിരുന്നു. ഞാൻ സ്കൂട്ടറും കൊണ്ട് പോയപ്പോൾ അത് തട്ടിയതാണ്. ഈ സ്കൂട്ടർ ഇതിന്റെ പേര് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പേര് പറയാം, സ്നേക്ക് പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ട് ഗൈസ്. ഇവൻ്റെ പണിയാണ് ഇത് സ്നേക്ക് പ്ലാന്റ്. ഇവൻ്റെ പണിയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി ബോളൊക്കെ കയറ്റിയിട്ടേക്കുവാണ് ഗൈസ്. ഇവിടെ ചെടിയിലകട്ടെ കിടന്നത് ഗൈസ്. അടുത്ത വീഡിയോ അടുത്ത ചെടി സ്നേക്ക് പ്ലാന്റ് ആണ്. ഇവിടെ മുകളിലുണ്ട് മണി പ്ലാന്റ് ഗൈസ്, ചട്ടികളാണ് ഗൈസ്. ഇത് ഇവിടുന്ന് മണി പ്ലാന്റ് കയറി പോയിട്ട് ഇത് എവിടെയൊക്കെ കറിഞ്ഞു തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അടുത്ത ചെടി ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ കളിക്കാന്ന് പറഞ്ഞത്. ഇവൻ്റെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുളിക്കും ഗൈസ്. അന്നേരം വെള്ളം ചാടും ഗൈസ്. ഇത് കയറി പോയിട്ടുണ്ട്, പക്ഷെ കൊറേ നാളെടുത്തിട്ട് ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ ഗൈസ്. ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഗൈസ്. ഇതൊരു മുല്ലയാണ്. മുല്ല വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞാൽ ഒരു ഷോർട്സ് ഇടാം. ഇവിടെ ഒരു ചെടി ഉണ്ട്. ഇത് അടുത്ത ചെടി, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇതും ഒരു ചെടിയാണ്.
അപ്പോൾ ഈ ചെടീൻ്റെ ഒരു മുകളിൽ അവിടെ ചെല്ലുമ്പോൾ പറിക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇവിടെ ചെടീൻ്റെ നല്ല പൂവാണ് ഗൈസ്, നല്ല കളറാണ്. നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കണമെന്ന് എന്ത് ഭംഗിയറിയോ ഗൈസ്. അടുത്ത വീഡിയോ ആണ് ഗൈസ്. അതെ ഇവിടെ എന്തൊരു ചെടി ഉണ്ട്, ഇതിൻ്റെ റോസാണ് ഗൈസ്. ഇത് നമ്മൾ കറി വെച്ച് തിന്നും. ഇവിടെ ഒരു ചെടി, ഈ ചെടിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അടുത്ത ചെടിയാണ് ഇവിടെ റോസ് ഉണ്ട്. ഇതൊക്കെയാണ്. ഇവിടെ ഒരു ഫ്ലവർ ഉള്ള ചെടി ഉണ്ട് ഗൈസ്. നമ്മുടെ ആദ്യത്തെ മീൻകുളമായിരുന്നു ഗൈസ്. ഇതാണ് ചെടി. ഇവിടെ കുറച്ച് മുളക്. ഇതെവിടെ ഞങ്ങൾ മീൻകുളത്തിന് വേണ്ടി കുഴിച്ച മണ്ണാണ് ഇങ്ങോട്ട് കയറ്റിയിട്ടിരിക്കുന്നത് ഗൈസ്. നമ്മുടെ മീൻകുളം ഇരിക്കുന്നത് നോക്കുക ഗൈസ്, ഒന്നും കാണുന്ന പോലും ഇല്ല ഗൈസ്. മറ്റേ കല്ലിൻ്റെ അകത്ത് വെയിലടിച്ചിട്ട് ആലുക പിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ വളർന്നൊക്കെ വന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ചെടി കാണാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും നമ്മുടെ ചെടിയല്ല ഗൈസ്. അടുത്ത ചെടി ഗൈസ്. ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ മരങ്ങൾ ഉണ്ടോ, നല്ല കട്ടിയിലാണ് ഉണ്ടോ. അത് എവിടെ കാണാം. ഇതൊരു ഇതിലും കയറുമ്പോൾ ഗൈസ്. ഇതിലുണ്ടല്ലോ, ഇതിലെ കൂടെ ഇതെവിടെയൊക്കെ ചവിട്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഗൈസ്. പോണം ചാട് ഗൈസ്. ഗൈസിലെ ഇതൊരു കൊക്കോമരമാണ്. അച്ഛൻ ഇതിൽ കയറി പോയിട്ട് അവിടുന്ന് കൊക്കോ തോട്ടിയും കൊണ്ട് പറിച്ചിടും. അപ്പോൾ അത് ഇവിടെ ഒരു വലിയൊരു പ്രദേശമാണ്. എനിക്ക് സംശയമില്ലേ, ഞാൻ ഈ വഴിയാണ് കയറി വന്നത്. അപ്പോൾ അതെ ഇതുകൊണ്ടോ അവിടെ നല്ല തിക്കായിട്ടാണ് ഇതൊക്കെ ചെടികളൊക്കെ വന്നിട്ടുള്ളത്. വാർക്കപ്പുറത്തിൻ്റെ മണ്ടയിൽ ഇതുണ്ട് വെള്ളം ഒഴുകുകയാണ് ഗൈസ്. ഉണ്ടോ ശിവൻ അതിന് ഒന്നും മുകളിൽ കയറി. ഇവിടെ ഉണ്ട് കുറച്ച് പച്ചക്കറി പോലെയാണ്. ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം ഗൈസ്. ഇവൻ എപ്പോഴും ഇത് പറിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നല്ല ഗൈസ്. മോളിൽ വന്നിട്ട് ഞാൻ കാണിക്കുന്ന അവസാനം കാണിക്കും ഗൈസ്. ഞാൻ താഴത്തുനിന്ന് എവിടെ നിന്ന് കാണിച്ചില്ലത്, എവിടെ നിന്ന് അത് ഇതാണ്. ഇതിൻ്റെ അകത്ത് എന്നെ കാണിക്കാന്ന് പറഞ്ഞാൽ ഗൈസ് ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ അതേ ഒരെണ്ണം കണ്ടു ഗൈസ്. ഇതാണ് സാധനം. ഇതിൻ്റെ അകത്ത് ഉണ്ടോണേ ഉണ്ടോ ഇങ്ങനെ വന്നിരിക്കണേ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും. ഇപ്പം നനഞ്ഞിരുന്നിട്ട് സൗണ്ട് വന്നില്ല ഗൈസ്. ഇതിലതാ ഇതിൽ കൂടെ വന്ന് ചാടുന്നു ഗൈസ്. ഗൈസിന് ഞാൻ ചാടി കാണിച്ചു തരാം. അതെ ഗൈസ്, കസിൻ ബൈയുടെ സ്റ്റൈലാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ ചുറ്റും ഞാൻ കാണിച്ചു. നമ്മൾ വാർക്കപ്പുറം കാണിച്ചു. വാർക്കപ്പുറം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കണ്ട ബെല്ലേക്ക് ഞെക്കിയിട്ട് പോകണേ. ബൈ.